ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിറവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായി നിൽക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയുള്ള ബന്ധത്തിൽ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം വായിപ്പാൻ താല്പര്യപ്പെടുന്നു. ക്രിസ്തു യേശുവുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ക്രിസ്തു യേശുവുള്ള ഭാവം എന്ന നമ്മുടെ അർത്ഥം ശരിയാണ്. പക്ഷേ ഇംഗ്ലീഷിലെ ഭാഷാന്തരങ്ങളിലെല്ലാം ക്രിസ്തു യേശുവിലെ മനസ്സ് തന്നെ, അല്ലെങ്കിൽ ക്രിസ്തു യേശുവിൻ്റെ മനസ്സ് തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ് കാണുന്നത്. എന്താണ് നാം മനസ്സിനെക്കുറിച്ച്, പലതരം മനസ്സുകളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ചിന്തിച്ചാൽ, ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്കുണ്ടായിരിക്കട്ടെ, നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്ന് ഫിലിപ്പിയിലെ സഭയോട് പൗലോസ് പറഞ്ഞല്ലോ. എന്തുകൊണ്ട്? ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ പ്രത്യേകത എന്താണ്? നേരത്തെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ ചിന്താഗതിയും നമ്മുടെ സ്വഭാവത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും മനസ്സ് നിയന്ത്രിക്കുന്നുവെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാകുക? കാരണം മറ്റൊരാളുടെ മനസ്സ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുമോ? 1 കൊരിന്ത്യർ 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ, കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു. എനിക്ക് വളരെ ചിന്താക്കുഴപ്പമുണ്ടാക്കിയ ഒരു വേദഭാഗമാണ് ആ വാക്യത്തിൻ്റെ 2-ാം ഭാഗം. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു. ഞാൻ മറ്റ് പല തർജ്ജിമകളും നോക്കി. കാരണം കൊരിന്ത് സഭയോട് അവർക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടെന്ന് പൗലോസ് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ കൂടെ ചേർത്ത് നാമെന്ന് പറയുമ്പോൾ കൊരിന്ത് സഭയോട് ചേർത്താണ്. അതെങ്ങനെയാണ് ശരിയാകുക? കാരണം 3-ാമത്തെ 1-ാം വാക്യത്തിൽ കാണാം, നാളെ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരുടെ എന്ന പോലെയല്ല, ജഡികന്മാരുടെ എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ മാത്രമേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഒരു ശിശുവിന് മാനസിക വ്യാപാരം ഇല്ലല്ലോ. വളർച്ച എത്തിയ ഒരാൾക്ക് മാത്രമേ മാനസിക വ്യാപാരം ശരിയാകുകയുള്ളല്ലോ. സാധാരണ ഈ ഒരു കാര്യം മറ്റുള്ളവരോട് ചില ആളുകൾ സംസാരിക്കുമ്പോൾ ചോദിക്കും, മനസ്സിലായോ? ഓരോ കാര്യം മനസ്സിലായോ എന്ന് ചോദിക്കാറുണ്ട്. ശിശുവിനോട് എത്ര പറഞ്ഞാലും അവന് മനസ്സിലാകത്തില്ല. അപ്പോൾ അവിടെ നാമോ എന്ന് പറയുന്നതിനേക്കാൾ ഞങ്ങളോ എന്ന് പറയുന്നതാണ് ആ ശരിയായ ആശയം. അല്ലെങ്കിൽ ഞങ്ങളോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. പിയോസിൽ അത് എഴുതിയിരിക്കുന്നത് ഞങ്ങളോ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നവരാകുന്നതെന്ന്. അപ്പോൾ പിന്നെയും ആശയം ശരിയായി. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്ക് വേണം. ക്രിസ്തുവിലുള്ള ഭാവം, മനോഭാവം ചിലത് അറിയുമെന്നും ശരിയാണ്. ക്രിസ്തുവിൻ്റെ മനസ്സ് നിങ്ങളിലും ഉണ്ടാകട്ടെ. എന്താണ് കർത്താവിൻ്റെ മനസ്സിൻ്റെ പ്രത്യേകത? അതുണ്ടെങ്കിൽ എന്താണ് ഗുണം? ക്രിസ്തുവിൻ്റെ മനസ്സ് എന്നിലുണ്ടെങ്കിൽ എനിക്ക് നമ്മൾ പലതരം മനസ്സുകളെ നമ്മൾ നേരത്തെ ചിന്തിച്ചായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചിന്തിച്ചു അങ്ങോട്ട് പോകാനേ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ക്രിസ്തുവിൻ്റെ മനസ്സ് എന്നിലുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് എന്താണ് ഗുണം? മാത്രമല്ല, ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞായിരുന്നു, ഒരാളുടെ മനസ്സ് എങ്ങനെയാണോ മറ്റൊരാളുടെ ഉണ്ടാകുക, അതും പ്രസക്തമാണ്. അപ്പോൾ എൻ്റെ മനസ്സ് വേറെ, മറ്റൊരാളുടെ എൻ്റെ മനസ്സ് വേറെ, എൻ്റെ ഭാര്യയുടെ മനസ്സ് വേറെ, എൻ്റെ മകൻ്റെ മനസ്സ് വേറെ. പല കാര്യങ്ങളും ഐക്യത ഉണ്ടാകുമെങ്കിലും പക്ഷേ മനസ്സിൽ ചിന്തകൾ വേറെ ആയിരിക്കും. ക്രിസ്തുവിൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിൽ ജനിച്ചാൽ പോരാ. ക്രിസ്തുവിൽ, കാരണം ജീവനുള്ളതിന് മാത്രമേ മനസ്സുള്ളല്ലോ. ഫിലിപ്പിയിലെ 1-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭം. മലയാളത്തിൽ ജീവിക്കുന്ന ക്രിസ്തു എന്നാണ്. എന്നാൽ തമിഴ് ഭാഷാന്തരത്തിൽ ക്രിസ്തു എനിക്ക് ജീവൻ, ക്രിസ്തു എൻ്റെ ജീവൻ. അതെങ്ങനെയാണ് സംഭവിക്കുക?
കൊലോസർ 3-ാം അധ്യായത്തിൻ്റെ ആദ്യ 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നാം മരിച്ചു, നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ ദൈവത്തിൽ ക്രിസ്തുവിനോട് മറിഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും തേജസ്സിൽ അവനോട് വെളിപ്പെടും. അപ്പോൾ നാം ക്രിസ്തുവിൽ ലോകത്തിലും പാപത്തിലും പിശാചിനും എല്ലാം മരിച്ച്, സ്വയത്തിനും ഒക്കെ മരിച്ച്, വീണ്ടും ജനിച്ച് യേശു ക്രിസ്തു നമ്മുടെ ജീവനായി തീർന്നാൽ മാത്രമേ ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മിൽ വ്യാപരിക്കുകയുള്ളൂ. കുറച്ചുകൂടെ പറഞ്ഞാൽ 2 കൊരിന്ത്യർ 5 പറയുന്ന പോലെ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിലായി കഴിയുമ്പോൾ പുതിയ സൃഷ്ടി, പുതിയ മനസ്സ്, അത് ക്രിസ്തുവിൻ്റെ മനസ്സായിരിക്കണം. ക്രിസ്തുവിൻ്റെ മനസ്സ് എന്നിലുണ്ടെങ്കിൽ ആ മനോഭാവം എന്നിൽ വ്യാപരിക്കും. അതിൻ്റെ പ്രത്യേകത എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന എന്തൊക്കെ ഗുണങ്ങളുണ്ട്? 4 കാര്യങ്ങൾ പ്രധാനമായി ആ ബന്ധത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1, യേശു ക്രിസ്തുവിൻ്റെ മനസ്സിൽ സ്വാർത്ഥതയില്ലായിരുന്നു. അവിടുത്തെ തൻ്റെ മനസ്സിലെല്ലാം മറ്റുള്ളവരെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്ന മനസ്സായിരുന്നു യേശുവിൻ്റെ മനസ്സ്. തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം, യേശു ജീവിച്ചത് തനിക്ക് വേണ്ടിയല്ല, യേശു മരിച്ചത് തനിക്ക് വേണ്ടിയല്ല, യേശു ഉയർത്തുന്നത് നമുക്ക് വേണ്ടി. യേശു ഇവിടെ ജീവിച്ചത് മുഴുവൻ, തൻ്റെ പ്രവൃത്തി മുഴുവൻ തനിക്ക് വേണ്ടിയല്ല. അപ്പോൾ സ്വാർത്ഥതയുടെ കണിക പോലും യേശുവിൻ്റെ മനസ്സിൽ ഇല്ല. നാമും ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് തന്നെയായിരിക്കും നമ്മുടെ അനുഭവം. സ്വാർത്ഥമുഖികളായി, സ്വാർത്ഥന്മാരായി, എവിടെ നോക്കിയാലും സ്വന്തം കാര്യം സിന്ദാബാദ് ഭാവിക്കുന്ന രീതിയിൽ ഇന്നത്തെ മനുഷ്യൻ്റെ പ്രവർത്തനം. ക്രിസ്ത്യാനി എന്ന് പറയും, വിശ്വാസി എന്ന് പറയും, എന്നാൽ യേശു ക്രിസ്തുവിന് നിസ്വാർത്ഥമായതൊന്ന് കാണുന്നില്ല. ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തികഞ്ഞ നിസ്വാർത്ഥത. ഞാൻ എനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, മറ്റൊരാൾക്ക് വേണ്ടി. യേശുവിൻ്റെ പ്രവർത്തനം എല്ലാം നോക്കിയാലും, എൻ്റെ കർത്താവ് ഈ ഭൂമിയിലായിരുന്ന നാളുകളെല്ലാം താൻ പ്രവർത്തിച്ചത് നോക്കിയാൽ മറ്റുള്ളവർക്ക് വേണ്ടി മനസ്സലിവോടും കരുണയോടും നന്മ ചെയ്ത ഇടയിൽ ജീവിച്ചു. മാത്രമല്ല, രണ്ടാമത് യേശുവിൻ്റെ രണ്ടാമത്തെ സ്വഭാവം, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന രണ്ടാമത്തെ ഭാവം മത്തായി 21-28 വാക്യത്തിലുണ്ട്. 26, 27, 28 വായിക്കാം. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. അടുത്ത ശ്രദ്ധിക്കുക, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. ശുശ്രൂഷിപ്പാനും, അല്ലെങ്കിൽ ശുശ്രൂഷ, സേവനം, ഇതായിരുന്നു കർത്താവായ യേശുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിപ്പാൻ, അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാൻ. ശുശ്രൂഷിപ്പാൻ വന്നവൻ. ഫിലിപ്പിയ ലേഖനത്തിലും അത് തന്നെയാണ് പറഞ്ഞത്. 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ, ഓരോരുത്തരും സ്വന്തം അല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. അപ്പോൾ യേശുവിൻ്റെ മനസ്സുണ്ടെങ്കിൽ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തു യേശുവിലെ ഭാവം തന്നെ നിങ്ങളുണ്ടായിരിക്കട്ടെ. അങ്ങനെ ആട്ടെ. ക്രിസ്തുവിൻ്റെ മനസ്സെന്നിലുണ്ടെങ്കിൽ ഞാൻ സേവിക്കുന്നതിനായിരിക്കും, ഞാൻ സേവകനായിരിക്കും. സേവ ഏറ്റുവാങ്ങുന്നവനല്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു. ആത്മീയ മണ്ഡലത്തിൽ എന്തെല്ലാം
എന്തെല്ലാം കലാപരിപാടികളാണ് നടക്കുന്നത്. ദുഃഖകരമെന്ന് പറയട്ടെ, യജമാന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മണ്ഡലം. സേവകരില്ലല്ലോ. ആ വാക്കിൽ എൻ്റെ അവസാനത്ത് വന്നതുപോലെ തന്നെ എന്താണ്? നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നതെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. യേശുവിൻ്റെ മനസ്സിതാ, ശുശ്രൂഷിപ്പാൻ. പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 20:24 പറഞ്ഞത്, ശുശ്രൂഷ കർത്താവ് തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ശുശ്രൂഷയെക്കുറിച്ചുള്ള ആ ചിന്ത. ഞാൻ ശുശ്രൂഷക്കാരനാണ്, മറ്റുള്ളവരെ സേവിക്കുന്നവനാണ് എന്ന ചിന്ത, സേവകനാണ് എന്ന ചിന്ത. ക്രിസ്തുവിൻ്റെ മനസ്സിൽ അതായിരുന്നു ഉണ്ടായിരുന്നത്. 3, ക്രിസ്തു യേശുവിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന മൂന്നാമത്തെ ഭാവം ത്യാഗം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ താഴോട്ട് വായിക്കും. 6, 7, 8 വാക്യങ്ങൾ വായിച്ചാൽ അതിലേ നാം കാണുക ത്യാഗം. സ്വന്തം ജീവനെ ത്യജിപ്പാൻ അവൻ എന്തൊക്കെ ത്യജിച്ചു എന്ന് അവിടെ എണ്ണി പറയുന്നു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു, അത് ത്യജിച്ചു. ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി, തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ത്യജിച്ചു. സർവമഹിമയും അനുഭവിച്ച് സർവമഹിമയ്ക്കും പാത്രമായിരുന്നവൻ വെറും പാത്രമായി മാറി, സകലവും ത്യജിച്ച് ഭൂമിയിൽ ഇറങ്ങി വന്നില്ല. ഇന്നോ നാം കാണുന്ന യേശുക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞ് ലോകത്തിൻ്റെ ചവറുകൾ വാരിക്കൂട്ടി അതിനുവേണ്ടി ബന്ധപ്പെടുന്ന മനുഷ്യയല്ലേ നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. യേശുക്രിസ്തുവിനെ ദാസന്മാരെന്ന് പറയും. പക്ഷേ ദാസന്മാരാണോ വാസ്തവത്തിൽ? ദുഃഖകരമായ പ്രവണതയിലേ ഇന്ന് നടക്കുന്നത്. പൗലോസ് പറഞ്ഞ വാക്കിന് വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു. അപ്പോൾ പ്രവൃത്തി 20-ാം അധ്യായം 24-ാം വാക്യം, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറുതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയുവാൻ കർത്താവായി സ്വന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. പ്രാണനെ പോലും ത്യജിക്കുന്ന ഭാവം കർത്താവ് അതാണല്ലോ ചെയ്തത്. ക്രൂശിലെ ഏറ്റവും അപമാനകരമായ മരണത്തിന് അവൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. ഇതാ ക്രിസ്തുവിലെ മനസ്സ്. മറ്റു വാക്കുകൾ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരെങ്കിൽ പോട്ടെ. കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യർ 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു എന്ന് പറവാൻ കഴിയണമെങ്കിൽ, അങ്ങനെ തന്നെയാണെന്നിരിക്കട്ടെ, എന്ന് പറവാൻ കഴിയണമെങ്കിൽ ഏറ്റവും പ്രാണനെ പോലും വലുതായി എണ്ണുവാൻ സാധ്യമല്ല. പരശുദ്ധം വിശുദ്ധന്മാർ കഴിഞ്ഞ നാളുകൾ അവിടോടായി എണ്ണമറ്റ കഷ്ടങ്ങൾ സഹിച്ച് സ്വയം സുഖം നോക്കാതെ, സൗകര്യം നോക്കാതെ, മറ്റൊന്നും നോക്കാതെ കർത്താവിന് വേണ്ടി അവർ എല്ലാം ത്യജിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു. അവർ കർത്താവിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ചപ്പോൾ അനേകർ അതുമൂലം ജീവൻ പ്രാപിച്ചു. അതുകൊണ്ടാണല്ലോ 2 കൊരിന്ത്യരിൽ പൗലോസ് പറഞ്ഞത്, കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞത്, ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. കൃപ പലരും പെരുകുന്നു. പരിത്യാഗം. കർത്താവായശു ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തിയിരുന്നില്ല എങ്കിൽ നാം ഇന്ന് അനുഭവിക്കുന്ന സന്തോഷവും ഭദ്രതയും സമാധാനവും പ്രത്യാശയും നമുക്ക് അനുഭവിക്കാൻ കഴിയുമായിരുന്നോ? ഇന്ന് വാചാലമായി തട്ടിവിടും, എന്നാൽ ജീവിതത്തിൽ അല്പമെങ്കിലും ഉണ്ടോ? ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ല് എന്നെ നിരന്തരം ഓർപ്പിക്കുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. വാക്കുകളേക്കാൾ ഉച്ചത്തിൽ പ്രവൃത്തി സംസാരിക്കുന്നു. ഇന്ന് ഉച്ചത്തിൽ വാക്കുണ്ട്, പ്രവൃത്തിയുണ്ടോ? എന്തെങ്കിലും ത്യജിക്കുന്നുണ്ടോ? ലാഭം ഉണ്ടാക്കാൻ, നേട്ടം ഉണ്ടാക്കാൻ, കാശുണ്ടാക്കാൻ കർത്താവിനെ വിൽക്കുന്ന ഇസ്കോരേത്ത യൂദയേക്കാൾ ഭയങ്കരന്മാരായി നാം മാറിയില്ലേ? ശാന്തമായി ചിന്തിച്ചാൽ മനസ്സിലാകും. മാത്രമല്ല ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ 4-ാമത്തെ ഉദ്ദേശം പിതാവിനെ മഹത്വപ്പെടുത്തണം.
പിതാവിനെ മഹത്വപ്പെടുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലുടനീളം നമുക്കത് കാണാം. 17-ാം വാക്യത്തിൻ്റെ 1-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, ഈ നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് കർത്താവ് പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിച്ചു, പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടി മരിച്ചു, ആ മഹിമയിൽ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവന് 12 വയസ്സായപ്പോൾ നടന്നൊരു സംഭവത്തിൽ എഴുതി, എൻ്റെ ആണ്ടുതോറും യെരൂശലേമിൽ പോകുമായിരുന്നല്ലോ അപ്പനും അമ്മയുടെയും കൂടെ. അപ്പോൾ ഒരു വർഷം 12 വയസ്സായപ്പോൾ പോയിട്ട് തിരിച്ചു പോന്നപ്പം അക്കൂട്ടത്തിലില്ല. 3 ദിവസം കഴിഞ്ഞ് അവർ തിരിച്ചു ചെല്ലുമ്പോൾ ദേവാലയത്തിലിരിക്കുക. അപ്പോൾ കർത്താവ് അവരവനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞത്, എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ? പിതാവ് എന്നെ അയച്ചിട്ട് ചെയ്യുന്നു, ഞാൻ സ്വയമായി ചെയ്യുന്നതല്ല. എല്ലാ കാര്യങ്ങളിലും എൻ്റെ പ്രവൃത്തികളിലുടനീളം കർത്താവിന് പറയേണ്ട പിതാവല്ലെങ്കിൽ സ്വർഗീയ പിതാവിനെ മഹത്വപ്പെടുന്ന അല്ലാതെ വേറൊന്നും കർത്താവിനില്ല. നമുക്കോ നമ്മുടെ പ്രവൃത്തികളുടെ ആത്യന്തിക ലക്ഷ്യം മറ്റു വാക്കിൽ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മനസ്സിൽ അതായിരുന്നു. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്ത് അവൻ്റെ വേല തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരമെന്ന് കർത്താവ് പറഞ്ഞു. അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്യുക, അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുക, അവൻ്റെ വേല തികയ്ക്കുക. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സ് ജീവിതത്തിലുണ്ടെങ്കിൽ, നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സാണെങ്കിൽ, ആ മനസ്സിലാണ് നാം കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവനെ നാം മഹത്വപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖല കൊണ്ടും എല്ലാ പ്രവൃത്തി കൊണ്ടും നാം അവനെ മഹത്വപ്പെടുത്തും, അവനായി കാത്തിരിക്കും, അവനെ ഉയർത്തും. മാത്രമല്ല അപ്പോൾ ക്രിസ്തുവിന് ഈ 4 കാര്യങ്ങളാണ് ആകത്തുകയായിട്ട് എനിക്ക് പറയാനുള്ളത്. 1, സ്വാർത്ഥതയില്ല, തൻ്റെ ഹൃദയത്തിൽ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുക, പുരുഷാരത്തെക്കുറിച്ച് കൊണ്ട് മനസ്സലിഞ്ഞ് അവർക്ക് വേണ്ടത് ചെയ്യുക. മാത്രമല്ല സേവനം, ത്യാഗം, പിതാവിൻ്റെ മഹത്വം, ഇതായിരുന്നു കർത്താവിൻ്റെ മനസ്സിലുണ്ടായത്. ഈ മനസ്സ് നമ്മിലുണ്ടെങ്കിൽ എന്താണ് ഗുണം? എന്തായിരിക്കും സംഭവിക്കുക? വാസ്തവത്തിൽ ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്തിട്ട് ഈ വീഡിയോ ചെയ്യുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ ആത്മാവിനോട് ശക്തമായി പിന്നെയും ഇടപെട്ടു. ക്രിസ്തുവിലെ മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മിൽ ചില കാര്യങ്ങൾ കുറെ കൂടെ വെളിപ്പെടും. 1, ദിവ്യ സ്വഭാവം വെളിപ്പെടും. പത്രോസ് ലേഖനത്തിൽ പറയുന്നത്, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പത്രോസ് പറയുന്നത്, വിയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട്, 2 പത്രോസ് 1-ാം അധ്യായത്തിലുണ്ടല്ലോ 1:4, വിയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. നമ്മുടെ മാനസികാവസ്ഥയ്ക്കനുസരിച്ചാണ് നമ്മുടെ സ്വഭാവം. ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാകാനാണ് നമ്മെ വിളിച്ചത്, നമ്മെ വീണ്ടും ജനിപ്പിച്ചത്, നമ്മുടെ പ്രാകൃത രീതിയിൽ പോകാനല്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മളുണ്ടെങ്കിൽ നമ്മൾ ദിവ്യ സ്വഭാവം വെളിപ്പെടും. ആത്മീയ സ്വഭാവം വെളിപ്പെടും. കൊണ്ടുവർക്ക് പറ്റുന്നതാ. അതുകൊണ്ട് അവരോട് പറഞ്ഞ്, എനിക്ക് നിങ്ങളോട് ആത്മീയരോട് എന്ന പോലെ ഇടപെടാൻ കഴിഞ്ഞില്ല, ജഡീയന്മാരെന്ന പോലെ കഴിഞ്ഞുള്ളൂ. കാരണം നിങ്ങൾ വളർന്നില്ല. അവർക്ക് കൃപാവരങ്ങളുണ്ടായിരിക്കും, പക്ഷേ ക്രിസ്തുവിൽ ശിശുക്കളായിരുന്നു. കൃപാവരങ്ങളുണ്ടെന്നും പറഞ്ഞ് ആത്മീയത്തിൽ വളരണമെന്ന്, ആത്മീയരാകണമെന്നില്ല എന്ന് അതിൽ നിന്ന് തെളിയുന്നു. പക്ഷേ ചിലർ ഇത് കേൾക്കുമ്പോൾ നെറ്റിച്ചു വിളിക്കുമായിരിക്കും. അതാ സത്യം. തികഞ്ഞ ആത്മീയരാകണമെങ്കിൽ ദൈവ സ്വഭാവം നമ്മൾ വെളിപ്പെടണം. മാത്രമല്ല, ഞാൻ മുന്നോട്ട് നീങ്ങണ്ട, ഇന്നത്തെ കാലത്ത് കുടുംബങ്ങളെല്ലാം ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കാലം. എന്നാൽ ക്രിസ്തുയേശുവിലെ ഭാവം നമ്മിലുണ്ടെങ്കിൽ ക്രിസ്തീയ കുടുംബങ്ങൾ സ്വർഗതുല്യമാകും. കാരണം നാം ചിന്തിച്ച പോലെ തന്നെക്കുറിച്ച് ചിന്തിക്കാതെ, സ്വാർത്ഥതയില്ലാതെ, സേവന മനോഭാവത്തോടെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അധിഷ്ഠിതരായി
നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുടുംബം സ്വർഗതുല്യമാകും. ദൈവസ്നേഹയോടെ വസിക്കും. എഫേസ്യർ 5-ാം അധ്യായത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നല്ലോ, യേശു ക്രിസ്തു തന്നെത്താൻ സഭയ്ക്ക് വേണ്ടി കൊടുത്തു. എന്തിന്? അതേപോലെ കർത്താവിനെയും സഭയെ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്ന അതേപോലെ ക്രിസ്തുവിനെന്ന പോലെ, ക്രിസ്തു പോലെ ഭാര്യയോടും ഭർത്താവിനോടും ആകുമ്പോൾ, ഭാര്യയും ഭർത്താവും പെരുമാറുമ്പോൾ, അവരുടെ മക്കൾ കർത്താവിൽ അവരെ അനുസരിക്കുമ്പോൾ കുടുംബം ഏറ്റവും സൗഭാഗ്യപൂർണമായ അവസ്ഥയിൽ, ക്രിസ്തീയ കുടുംബങ്ങളിൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. കാരണം ക്രിസ്തീയ സ്വഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ് അവൾ വെളിപ്പെടുന്നു. ഒന്ന് ഞാൻ വീണ്ടും പറയുന്നു, ആത്മഫലം, ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്കുള്ളപ്പോൾ നമ്മളിൽ നിന്ന് ജഡത്തിൻ്റെ ഫലം വെളിപ്പെടുത്തില്ല, നാം അകാരണമായി ചേർക്കത്തില്ല. ആത്മസ്വഭാവം വെളിപ്പെടുന്നു, ദിവ്യ സ്വഭാവം വെളിപ്പെടുന്നു, അവിടെ ആത്മഫലങ്ങൾ വെളിപ്പെടുന്നു. 2, ആ ക്രിസ്തീയ കുടുംബങ്ങൾ ക്രിസ്തീയ സമാധാനത്തിൻ്റെ വിളനിലങ്ങളായി മാറും. ഇന്നത്തെ അടിയും പിടിയും ബഹളവും ആക്രോശവും ശണ്ടയും ശല്യവും ഉണ്ടാകത്തില്ല ക്രിസ്തുവിലുള്ള ഭാവമുണ്ടെങ്കിൽ. ഞാൻ സാധാരണ ഏതെങ്കിലും കല്യാണത്തിന് വല്ലതും ആശംസിക്കോ വല്ലതും പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ കല്യാണത്തിന് പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ അവരോട് പറയാറുണ്ട്, പുതിയ ദമ്പതികളോട് ഞാൻ പറയാറുണ്ട്, ക്രിസ്തുവിലെ ഭാവം നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം ധന്യമാകും. അത് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ താല്പര്യവും ഒക്കെ വരുന്നത്. 3, എനിക്ക് പറയാനുള്ളത്, ഞാനൊരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അത് പറയാം. എഫേസ്യർ 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. കർത്തൃസേവനിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുകയും. നമ്മുടെ സഭകളിൽ ഇന്നുണ്ടാകുന്ന അടിയും പിടിയും ഗുസ്തിയും ഭിന്നതയും ഉണ്ടാകത്തില്ല. നിസ്സാര കാര്യങ്ങൾ സ്വാർത്ഥ താല്പര്യം വെച്ച് എന്തെല്ലാം ഗ്രൂപ്പാണ് ഇന്ന്. സഭായങ്ങൾക്ക് ആൾ കൂടുന്നു, ശരി. എന്നാൽ കൊരിന്ത്യലേഖനത്തിലൊരു വാക്യം പറയുന്നുണ്ട്, 11-ാം അധ്യായത്തിൽ 1-2 അധ്യായം വായിച്ചാൽ, നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ കാരണമാകുന്ന എഴുതിയിട്ടുണ്ട്. ആൾ കൂടുന്നു. നമ്മൾ ചിന്തിക്കാറുണ്ടോ നമ്മൾ കൂടി വരുന്നതൊക്കെ നന്മയ്ക്കാണ് നാം ചിന്തിക്കാറുണ്ടോ, അതോ തിന്മയ്ക്ക് കാരണമാകുന്നുവെന്ന്? അന്യഭാഷയുണ്ട്, ബഹളമുണ്ട്, ആ പാട്ടുണ്ട്, ഡാൻസുണ്ട്, കോലാഹലമുണ്ട്, വാചകസത്തുണ്ട്, പ്രസംഗമുണ്ട്. കൂടുതലും പഴയ നിമിത്തിൽ നിന്നായിരിക്കും. എന്നാലും ആട്ടെ, ഇതൊക്കെ കലാപരിപാടിയുണ്ട്. ഇതുകൊണ്ട് നന്മയുണ്ടാകുന്നോ തിന്മയുണ്ടാകുന്നോ? എന്താ കാരണം? ക്രിസ്തുവിലെ ഭാവമില്ലാത്തതുകൊണ്ട്. മറ്റു വാക്കി പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മനസ്സ്, തെളിച്ചു പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മനസ്സില്ലാത്തതുകൊണ്ട്. ഇവിടെ പറയുന്നു, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം പൂർണ്ണ വിനയത്തോടെ സൗമ്യതയോടെ ദീർഘക്ഷമയോടും കൂടെ നടക്കണം. ഇതുണ്ടോ? സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. ഇന്നുണ്ടോ ഗ്രൂപ്പ്, പക്ഷം, വഴക്ക്, കക്ഷികൾ, ബഹളം? രാഷ്ട്രീയക്കാർക്ക് പോലും ഇല്ലാത്ത തരത്തിൽ ആള് ചേർക്കുക, ഗ്രൂപ്പ് പിടിക്കുക, ആളിനെ ഇറക്കി സ്ഥാനം പിടിച്ചെടുക്കുക, എന്നിട്ട് ദൈവമക്കളാണെന്ന് അഭിനയിക്കുക. ഈ വചനത്തിന് വിരുദ്ധ ക്രിസ്തുയേശുവിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ക്രിസ്തുയേശുവിൻ്റെ മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ സഭകളിലുള്ള എല്ലാ പ്രശ്നവും തീരും. എല്ലാ പ്രശ്നവും തീരും. അവിടെ അകാത്തവർ അധികാരം പിടിക്കത്തില്ല, അകാത്തവർ രംഗത്ത് വരത്തില്ല. അവിടെ പരിശുദ്ധാത്മാവ് മാത്രമായിരിക്കും നടത്തുക. അവശബ്ദങ്ങൾ കേൾക്കുകയില്ല. ക്രിസ്തുയേശുവിൻ്റെ മനസ്സ് നമ്മിലുണ്ടെങ്കിൽ മറ്റൊരുത്തനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്നെണ്ണും. ക്രിസ്തുയേശുവിലെ ഭാവം നമുക്കുണ്ടെങ്കിൽ ദൈവസ്നേഹം വ്യാപരിക്കും. ക്രിസ്തുയേശുവിലെ ഭാവം നമുക്കുണ്ടെങ്കിൽ അന്യോന്യം ക്ഷമിക്കും, അന്യോന്യം സഹകരിക്കും. ഒരു കാരണവശാലും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ നഷ്ടപ്പെടാൻ നാം അനുവദിക്കത്തില്ല. ഇന്നോ
എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കറിയാം. ദുഃഖമുണ്ട്, ഞാൻ നാളുകളായി ദുഃഖിക്കുന്നുണ്ട്. ചില സഹോദരന്മാർ ഒരു നിവൃത്തിയില്ല, എന്നോട് വഴക്കുണ്ടാക്കിയിട്ടില്ല, ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ. ഇന്ന് വരെ അധികാരസ്ഥാനത്തിൻ്റെ പുറകെ സ്ഥാനം പിടിച്ചു പറ്റാൻ ശ്രമിക്കാതെ ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് കുറേ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദൈവസന്നിധിയിൽ പ്രായൽഭ്യത്തോട് എനിക്ക് പറയാം, എനിക്ക് ലാഭമല്ലാതെ എൻ്റെ കർത്താവിനോട് കൊണ്ട്. കർത്താവില്ലൊരു സാരമില്ല, കസേര വേണം, അധികാരം വേണം. എത്ര ദുഃഖകരമാണ്. എന്ത് അപവാദവും പരത്താം, എന്ത് തിന്മയും ചെയ്യാം, വൃത്തികെട്ട സകല പരിപാടികളും ചെയ്യാം, വേണമെങ്കിൽ കൈവയ്പ് നടത്താം. എത്ര ദുഃഖകരം. കാരണം എന്താണെന്നറിയോ? ക്രിസ്തുയേശുവിൻ്റെ മനസ്സ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ മനസ്സുണ്ടെങ്കിൽ ദൈവ സ്വഭാവം വെളിപ്പെടും. ക്രിസ്തീയ കുടുംബങ്ങൾ യഥാർത്ഥമായ മാതൃകാ കുടുംബങ്ങളാകും. വാസ്തവത്തിൽ ദൈവം വസിക്കുന്ന ഭവനങ്ങളായി മാറും. സഭകൾ യഥാർത്ഥ ആത്മീയ കൂട്ടങ്ങളായി മാറും. എല്ലാ പ്രശ്നവും അതിനാൽ തീരും. മാത്രമല്ല, വാസ്തവത്തിൽ കർത്താവ് മഹത്വപ്പെടും. കർത്താവ് പറഞ്ഞായിരുന്നല്ലോ, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരുന്നു. ഇതിനാൽ നിങ്ങൾ എന്നെ ശിഷ്യന്മാരെന്ന് ലോകമറിയും. പ്രിയമുള്ളവരെ, നാം നമ്മെ തന്നെ വളർത്തി വലിയ ലേബലുമൊക്കെ ഉണ്ടാക്കി സ്വയം വളർന്ന് നേതാവാകാൻ ശ്രമിച്ച് എന്തോ കുറേ മാനസിക ഭാഷാപരമായിട്ടോ എന്തെങ്കിലും കുറേ ആളുകളെ വിഡ്ഢികളാക്കുന്ന രീതിയിൽ കുറേ തട്ടിവിട്ട് വാചകസർത്ത് നടത്തി നേതാവെന്ന് അഭിനയിച്ച് അതിനാലൊന്നും തൽക്കാലം ചില ആളുകളെ നമുക്ക് കബളിപ്പിക്കാൻ പറ്റിയേക്കും. പക്ഷേ അതുകൊണ്ട് നമ്മിൽ നിന്ന് യേശുവിനെ ലോകം അറിയത്തില്ല. അന്യോന്യം താറടിച്ചും അന്യോന്യം ബാധിച്ചും അന്യോന്യം നികൃഷ്ടമായി ഇടപെട്ടും നാം പെരുമാറുമ്പോൾ ലോകം നമ്മിൽ കൂടെ നമ്മുടെ കർത്താവിനെ അറിയത്തില്ല. വാസ്തവം പറഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെ വരുന്ന ദുഃഖകരമായ വാർത്തകളൊക്കെ കാണുമ്പോൾ ലോകം കറക്കിച്ചു. എന്നിട്ട് അതും പലർക്കും അഭിമാനമാണ്. സമൂഹം കറക്കിച്ചു തുപ്പുമ്പോഴും അതും പലർക്കും അഭിമാനമായിട്ടാണ് കാണുന്നത്. ദുഃഖകരം. കർത്താവിനെ ലോകമറിയും. ക്രിസ്തുയേശുവിലെ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കർത്താവിനെ ലോകമറിയും. അതിനാണ് നമ്മെ ലോകത്തിൽ വെച്ചിരിക്കുന്നത്. ഈ നാളുകളിൽ എന്തുകൊണ്ട് ക്രിസ്തുയേശുവിലെ ഭാവം നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്ന് ദൈവവചനം പറയുന്നു. വ്യക്തമായ 4 കാരണങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മിൽ ദിവ്യ സ്വഭാവം വെളിപ്പെടും, ആത്മഫലങ്ങൾ വെളിപ്പെടും. മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങൾ ശാന്തിയുടെ ദൈവസ്നേഹത്തിൻ്റെ വിളനിലമാകും. ക്രിസ്തുയേശുവിൻ്റെ മനസ്സുള്ള ഒരു കുടുംബത്തിലും, ഒരു ഭർത്താവിൻ്റെ ജീവിതത്തിലും, ഒരു ഭാര്യയുടെ ജീവിതത്തിലും ഭിന്നത ഉണ്ടാകത്തില്ല. ആ നിലയ്ക്ക് കലക്കം ഉണ്ടാകില്ല. പ്രശ്നങ്ങളുണ്ടായേക്കാം, വിഷമങ്ങൾ വന്നേക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സാഹചര്യങ്ങൾ പലതും ഉണ്ടാക്കിയേക്കാം. പക്ഷേ അതിനെ ആത്മീയമായി പരിഹരിച്ച ദൈവസ്നേഹത്തിൽ മുന്നോട്ട് പോകും, ജയമെടുത്ത് മുന്നോട്ട് പോകും. ആത്മീയ കൂട്ടായ്മകൾ വാസ്തവത്തിൽ നന്മയുടെ വിളനിലങ്ങളായി ക്രിസ്തീയ സഭ യഥാർത്ഥമായി മാതൃകാ സഭയായി മാറും. ഭിന്നത ഒന്നുമില്ലാതെ ഞാൻ വായിച്ച പോലെ വിളിക്ക് യോഗ്യമായി പൂർണ്ണ വിനയത്തോടെ, സൗമ്യതയോടെ, ദീർഘക്ഷമയോടെ നടന്ന് പൂർണ്ണ ഐക്യതയും പൂർണ്ണ സ്നേഹവും വെളിപ്പെടുന്ന ശ്രേഷ്ഠമായ രംഗങ്ങളായി മാറും. ഇന്നത്തെ ജിമിക്സ് ഒന്നും ഉണ്ടാകത്തില്ല. യഥാർത്ഥമായ ഒറിജിനലായ ദൈവസാന്നിധ്യമോട് വെളിപ്പെടും. മാത്രമല്ല, കർത്താവ് മോദപ്പെടും. അതിനാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം തന്നെ, ക്രിസ്തുവിൻ്റെ മനസ്സ് തന്നെ നിങ്ങളുടെ ഉണ്ടാകട്ടെ എന്ന് പറയുന്നത്. മറ്റു വാക്കിൽ പറഞ്ഞാൽ, ക്രിസ്തു നമ്മുടെ മലയാളം ഭാഷാന്തരം അനുസരിച്ച് തന്നെ നോക്കിയാൽ ക്രിസ്തുവിലെ ഭാവം തന്നെ നിങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ. വാസ്തവത്തിൽ ആ ഭാവം നമ്മിലുണ്ടോ? നമുക്ക് ആ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നുവോ? ഇല്ല എങ്കിൽ നമ്മെ തന്നെ പരിശോധിക്കാം. എന്നിൽ ഞാൻ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനോ
ഞാൻ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനോ ആത്മാർത്ഥമായ ശോധന ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടെങ്കിൽ നാം സ്വാർത്ഥതയുടെ കണിക പോലും നമ്മിൽ കാണത്തില്ല. നിസ്വാർത്ഥത മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുന്നവരായിരിക്കും. ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്കുണ്ടെങ്കിൽ നാം സേവനം എപ്പോഴും സേവിക്കാൻ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ മനസ്സുള്ളവരായിരിക്കും. ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടെങ്കിൽ എന്ത് ത്യാഗവും നമുക്ക് പ്രശ്നമല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും വെളിപ്പെടുത്തി പറയുന്നില്ല. വലിയ കഷ്ടനഷ്ടങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. ഒരു ഭാഗത്തിനും നിൽക്കാതെ ഞാൻ പിന്മാറി. പ്രശ്നം ഇതാണ്. ഒരു പ്രശ്നത്തിൽ ചില ആളുകൾ എന്നോട് ചോദിച്ചു, നിനക്ക് കേസിന് പോയിക്കൂടെ? അപ്പം ഞാൻ അവരോട് പറഞ്ഞത്, ആരുടെ മുന്നിൽ ആ കേസിന് പോകുന്നേ? അവിശ്വാസത്തിന് മുന്നിൽ. ഒരു പ്രത്യേക തുകയ്ക്ക് ഞാനും യേശുവിനെ നാമം ധരിച്ചിരിക്കുന്ന മറ്റൊരു വ്യക്തിയും തമ്മിൽ കേസ് പറയുമ്പോൾ അവിശ്വാസിയായ വക്കീൽ, അവിശ്വാസിയായ ജഡ്ജി, എൻ്റെ കർത്താവായ യേശുവിനെ ഞങ്ങൾ ഒറ്റുകൊടുക്കുക. ഇത്രയും കാശിനോ ആണോ എന്നെ സ്നേഹിച്ച, എനിക്ക് വേണ്ടി ജീവൻ നിന്ന കർത്താവിനെ ഈ നിസ്സാര കാശിനോ? പോട്ടെ, ഞാനങ്ങനെ ചെയ്തേ. അതിൻ്റെ വിശദാംശത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഭാരിച്ച നഷ്ടമുണ്ടായി. സാരമില്ല, ദൈവത്തിന് സ്തോത്രം. നമുക്ക് കർത്താവോ വലുത്, നിസ്സാര പണമോ വലുത്? ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ സഭകളിലെ പ്രശ്നങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് തീരും. യഥാസനപ്പെടും, മനസാന്തരപ്പെടും, ദൈവസനിൽ വീഴും, യഥാർത്ഥമായി കരയും. അല്ലാതെ ഗ്രൂപ്പിസവും അധികാര മത്സരവും കിടമത്സരവും എല്ലാം നടത്തിയിട്ട് പോയിരുന്ന ഒരു കൂട്ടരെ വേദനിപ്പിച്ചിട്ട് മറുവശക്കാർ പോയിരുന്ന് ഉപവസിച്ചാലും വർഷക്കണക്കിന് പട്ടിണി കിടന്നാലും യാതൊരു ഫലവും ഉണ്ടാകുകയില്ല. ആ ഉപവാസങ്ങളിലൊന്നും ദൈവം പ്രസാദിക്കുകയുമില്ല. വെറുതെ പാഴ്ചെലവ് മാത്രം. ഞാനീ പറയുന്നത് ഒരു പക്ഷേ ഇന്നത്തെ ആളുകൾക്ക് ദഹിക്കാതെ വരും. പക്ഷേ ഇതാണ് സത്യം. കർത്താവിനെ ലോകം അറിയണം. ക്രിസ്തു യേശുവിലെ ഭാവം നമ്മിലുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. പ്രിയമുള്ളവരെ, ഈ നാളുകൾ യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് ക്രിസ്തു യേശുവിനുള്ളവരായി, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, ആത്യന്തികമായി ക്രിസ്തുവിൻ്റെ മനസ്സ് നിങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പൗലോസ് പറഞ്ഞെങ്കിൽ അതുപോലെ ക്രിസ്തുവിൻ്റെ മനസ്സോടെ ലോകത്തിൽ ജീവിച്ച് കർത്താവിനെ പ്രസാദിപ്പിച്ച് അവൻ്റെ വരവിനായി ഒരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗപിതാവേ, അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ മനസ്സിനെക്കുറിച്ച് ഞങ്ങൾ അല്പമായി ചിന്തിച്ചു. സ്വാർത്ഥതയില്ലാത്ത, എപ്പോഴും സേവന സന്നദ്ധനായ, പരമമായ ത്യാഗത്തിന് പോലും മടിയില്ലാത്ത, പിതാവിനെ മാത്രം മഹത്വപ്പെടുത്തുന്ന ആ മനസ്സ് ഞങ്ങൾക്ക് ഉണ്ടാകുവാൻ, അതുപോലെ കർത്താവെ ഞങ്ങൾ ദിവ്യ സ്വഭാവം വെളിപ്പെടുവാൻ, നാഥ ഞങ്ങളുടെ കുടുംബങ്ങൾ യഥാർത്ഥ സ്നേഹത്തിൻ്റെ വിളനിലങ്ങളായി തീരുവാൻ, ഞങ്ങളുടെ കൂടിവരവുകൾ ദൈവസാന്നിധ്യം തുളുമ്പുന്ന അവസരമായി തീരുവാൻ, അതാ ഞങ്ങളുടെ കർത്താവിനെ ലോകം അറിയുവാൻ ഇടയാക്കുമാറാണമേ. ഇന്നത്തെ അവസ്ഥകൾക്ക്, ദുഃഖകരമായ ഇന്നത്തെ അവസ്ഥയ്ക്ക് കർത്താവ് മാറ്റം വരുത്തണമേ. ജനങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. അതിനെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് അവിടുന്ന് സംസാരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.